ലൊബേറയെ കാത്തു നിന്നവർക്ക് ഡേവിഡ് കാറ്റാലയെ സമർപ്പിക്കുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ആശാന്റെ വരവ് വല്ലാതെ നിരാശപ്പെടുത്തിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ. കാരണം ഒരു ഇന്ത്യൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കോച്ചിനെയായിരുന്നു തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരുന്നത്. ബട്ട് സ്റ്റിൽ ആരാധകർക്ക് അത് കിട്ടിയില്ല, അതല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു കോച്ച് ഉണ്ടല്ലോ, നല്ല ട്രാക്കിലാണ് എത്തിയിട്ടുള്ളത്. നമ്മളും അദ്ദേഹമൊക്കെ ഏറെക്കുറെ ഒരു നല്ലൊരു ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്ലബിനും മാനേജ്മെൻറ്റിനും ഇത്രയും യോജിച്ചിട്ടുള്ള ഒരു കോച്ചിനെ കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ കരോളിസിന് കൊടുക്കണം ആദ്യത്തെ ഒരു സല്യൂട്ട്. എന്തായാലും 4 ടീം കണ്ടിന്യൂസ് ആയിട്ട് സാക്ക് ചെയ്ത് ഒഴിവാക്കിയ ഒരു കോച്ചാണ്. സോ ഇന്നലെയാണ് കോച്ചിൻ്റെ സൈനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നത്. ബട്ട് സ്റ്റിൽ നമ്മൾ വീഡിയോ വിടാനായിട്ട് കുറച്ച് വൈകിട്ടുണ്ട്. കുറച്ച് ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും എടുക്കാനായിട്ടാണ് കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. എന്തായാലും ടീമിലെത്തിയ ഉടനെ തന്നെ നല്ലോണം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പൊക്കിയടിയൊക്കെ കേട്ടിട്ടുണ്ട്. ഇവിടെ ഫുട്ബോളിന് ഉണർവ് നൽകുന്ന ഒരു സിറ്റിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തിരിച്ചു നല്ല രീതിയിലുള്ള കൊണയടികൾ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ നല്ലോണം തെറിയാണ് വരുന്നത്. പണ്ടൊക്കെ ഒരു താരത്തെ അല്ലെങ്കിൽ ഒരു കോച്ചിനെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചെങ്കിലും ഒരു എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള കുറച്ച് കമൻസ് കാണാമായിരുന്നു. ബട്ട് സ്റ്റിൽ ഇപ്പോൾ അത് കാണൂല. അതിൻ്റെ ഉത്തരവാദിത്വം മാനേജ്മെൻറ്റ് ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളതാണ്. എത്രയൊക്കെ വിമർശിച്ച് കഴിഞ്ഞാലും ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. കാരണം എന്താണെന്ന് അറിയോ, സൂപ്പർ കപ്പിൽ അദ്ദേഹം എങ്ങനെയാണ് ടീമിനെ ഇറക്കുന്നതെന്ന് നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്. എവിടെയാണ് മൈനസ്, അതായത് എവിടെയാണ് നല്ലൊരു പ്ലെയർ ഇല്ലാത്തത്, അവിടെ നല്ല പ്ലെയേഴ്സിനെ കൊണ്ടുവന്നിട്ട് ISL സീസൺ തുടങ്ങാനായിട്ട് ശ്രമിക്കണം. ഇതിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ശ്രമിക്കേണ്ടത്. സോ എന്തായാലും കോച്ചിനെ വലിയ രീതിയിൽ നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല. കാരണം ഞാനൊരിക്കലും ഈ മുൻകാല ചരിത്രങ്ങൾ നോക്കിയിട്ട് ഒരാളെ പച്ചക്ക് കുറ്റം പറയേണ്ട ആളൊന്നല്ല. എന്തായാലും നമുക്ക് പ്രതീക്ഷകൾ ഉണ്ടായേക്കാം. അതാണ് ഞാനും ഇവിടെ സൂചിപ്പിക്കാൻ പോകുന്നത്. സോ കുറച്ച് മൈനസ് ആയിട്ടുള്ള കാര്യമുണ്ട്, കുറച്ച് പ്ലസ് ആയിട്ട് ഉള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും നമുക്ക് മൈനസിൽ നിന്ന് തന്നെ തുടങ്ങാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളും അടിയിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അറിയാലോ, ആദ്യത്തെ കാര്യം എന്ന് പറയേണ്ടത് ഒരു വേസ്റ്റ് ട്രാക്കിലൂടെ കടന്നു പോകുന്ന ഒരു കോച്ചാണ് നമ്മുടെ ഈ ഒരു ഡേവിഡ് കാറ്റാല എന്ന് പറയുന്നത്. ബ്ലാസ്റ്റേഴ്സും സമാസമാണ് എന്നർത്ഥം. മാനേജ്മെൻറ്റിൻ്റെ 100-1 എന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഇത്രയും അധികം പ്രൊഫൈലുകൾ തപ്പിയിട്ടാണ് നമ്മുടെ കരോളിസ് കിങ്സിന് ഇങ്ങനെയൊരു ആശാനെ കിട്ടിയിട്ടുള്ളത്. ഏകദേശം 4 വർഷത്തെ കരിയർ മാത്രമാണ് പുള്ളിക്കാരന് ഒരു കോച്ചിങ് കരിയറിലുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ബാഡ് നിമിഷം തുടങ്ങുന്നത് AEK ലറാണക് FC എന്ന് പറയുന്ന ആ ഒരു ക്ലബിലൂടെ ആയിരിക്കും. അതൊരു സൈപ്രിയോട്ട് ഡിവിഷൻ ക്ലബ്ബാണ്, ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബാണ്. അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്തത് മെയ് 2021 അതായത് ആ ഒരു അദ്ദേഹത്തിൻ്റെ മാനേജിങ് കരിയർ തുടങ്ങുന്നത്. ഏകദേശം 13ഓളം വിൻ അവിടെ ഉണ്ട്, 11 ഡ്രോ ഉണ്ട്, അതുപോലെ 5 ലോസും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഉണ്ടായിരുന്നത്. ഇതേ കാരണത്താൽ തന്നെ 2022 മാർച്ചിൽ അദ്ദേഹത്തെ അവിടെ നിന്നും സാക്ക് ചെയ്ത് ഒഴിവാക്കി. പിന്നെ ഇതേ ഡിവിഷനിൽ തന്നെ അപ്പോളൻ ലിമാസോൾ എന്ന് പറയുന്ന ഒരു ക്ലബിലേക്ക് പുള്ളിക്കാരനെ സൈൻ ചെയ്തു. അത് 1 ഇയർ കോൺട്രാക്റ്റിലായിരുന്നു. ആ 2022 ഓഗസ്റ്റിലാണ് പുള്ളിക്കാരനെ സൈൻ ചെയ്തത്. അതുപോലെ തന്നെ 2022 നവംബറിൽ വീണ്ടും സാക്ക് ചെയ്ത് ഒഴിവാക്കി. പിന്നെ ഒരു ക്രൊയേഷ്യൻ ഫുട്ബോൾ ലീഗിലേക്ക് NK ഇസ്ട്ര എന്ന് പറയുന്ന 1961 സ്ഥാപിച്ചിട്ടുള്ള ആ ഒരു ക്ലബിലേക്കാണ് പുള്ളിയെ വീണ്ടും കൊണ്ടുവരുന്നത്. 2023 ഓഗസ്റ്റിലാണ് പുള്ളിയെ 1 സീസൺ ഡീലിൽ കൊണ്ടുവന്നിട്ടുള്ളത്. 2024 ഫെബ്രുവരിയിൽ പുള്ളിയെ ഡിസ്മിസ് ചെയ്ത് ഒഴിവാക്കി, സാക്ക് ചെയ്തു. 19 മത്സരത്തിൽ നിന്നും വലിയ രീതിക്കുള്ള ഒരു ഇമ്പാക്റ്റ് ഒന്നും അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിക്കില്ല. വെറും 5 കളികൾ മാത്രമാണ് വിജയിപ്പിക്കാനായിട്ട് ആ ടീമിനെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളത്. പിന്നെ അദ്ദേഹം വരുന്നത് സ്പെയിനിലെ സെഗുണ്ടൻ ലീഗിലേക്കാണ്. CE സെബഡൽ എന്ന് പറയുന്ന ഒരു ക്ലബിലേക്കാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം കൊണ്ടെത്തിക്കുന്നത്. അതായത് മാനേജിങ് കരിയർ 2024 ജൂണിൽ അദ്ദേഹത്തെ 1 ഇയർ കോൺട്രാക്റ്റിൽ അവർ സൈൻ ചെയ്യുന്നു. 2025 ജനുവരിയിൽ സാക്ക് ചെയ്ത് ഒഴിവാക്കുന്നു. എന്തായാലും ലീഗ് ഗെയിമിൽ പോലും വലിയ രീതിയിലുള്ള ഒരു കളിശൈലി എടുക്കാനായിട്ട് സാധിച്ചില്ല എന്നായിരുന്നു ഈ കോച്ചിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു പരാജയം റിസൾട്ടാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. 4 വർഷത്തെ കോച്ചിങ് കരിയർ ഉണ്ടെങ്കിലും ഡൊമസ്റ്റിക് കപ്പ് മാത്രമാണ് പുള്ളിക്കുള്ളത്. അതൊന്നും ഒരിക്കലും നമുക്ക് എന്താക്കാൻ പറ്റൂല, തട്ടിക്കളയാനായിട്ട് പറ്റൂല. ഒരിക്കലും ഒരു ഹൈ പ്രൊഫൈൽ അല്ല എന്നുള്ളത് മറ്റൊരു വ്യത്യസ്തകരമായിട്ടുള്ള കാര്യമാണ്. ഇതിൽ നിന്നൊക്കെ ഉപരി ഒരു കോച്ചിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഇങ്ങനെ വിമർശിച്ച് വണ്ടാറെടുക്കുക വന്ന പാടന്നെ എന്ന് പറയുന്നത് ആ ഒരു നല്ലൊരു ഫുട്ബോൾ ഫാനിൻ്റെ ഒരു ശൈലിയല്ല എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് കുറച്ചൊരു പ്ലസ് പോയിന്റ് പറഞ്ഞു കൊടുക്കാം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഒരൊറ്റ സീസൺ കോൺട്രാക്റ്റിലാണ് പുള്ളി എത്തിച്ചിട്ടുള്ളത്. ഇതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം 2026 വരെ ലൊബേറയുടെ കോൺട്രാക്റ്റ് അവിടെ കണ്ട ഒരു ചെറിയ കണക്ഷനൊക്കെ ഉണ്ട്. നമുക്ക് വീണ്ടും പിന്നീട് സംസാരിച്ച് തുടങ്ങാം. കാരണം കുറേ റൂമറൊക്കെ പടച്ചു വിട്ടിട്ട് ഒരു കാര്യമില്ല. പിന്നെ പഴയ ഹിസ്റ്ററി നോക്കിയിട്ട് ആരെയും വിലയിരുത്താനായിട്ട് പറ്റൂല. കാരണം ഇവാൻ മുക്കമനോവിച്ചിനും ഈ ഒരു മേജർ കിരീടം മാത്രം, ഒരു ഡൊമസ്റ്റിക് കിരീടം മാത്രമാണ് ഉണ്ടായിരുന്നത്. മേജർ കിരീടം അദ്ദേഹത്തിനും ഇല്ലായിരുന്നു. സോ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ
ഈ ഒരു കോച്ചും ഡേവിഡ് കാറ്റല എന്ന് പറയുന്ന ഈ ഒരു കോച്ചും കടന്നു വരുന്നത്. പിന്നെ മറ്റൊരു വ്യത്യസ്തകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സ്പാനിഷ് കോച്ച് ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സെർജിയോ കാസ്റ്റലും കൂടെ ഇവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഹീസസ് ഹിമിനസ്, കാസ്റ്റൽ, അതുപോലെ നമ്മുടെ കോച്ചും കൂടെ ഒരു നല്ലൊരു കോമ്പിനേഷൻ വർക്കാവും എന്നുള്ളത് എനിക്കിങ്ങനെ തോന്നുന്നുണ്ട്. 44 വയസ്സായതുകൊണ്ട് തന്നെ യുവതാരങ്ങളോട് പെരുമാറുന്ന ശൈലി പോലും മാറാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലസ് പോയിന്റ്, ഇവിടെ വന്നിട്ടുള്ള സ്പാനിഷ് കോച്ചുമാർ അധികവും വിജയിച്ചാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കിബു വിക്കൂനെ ആയിരിക്കും കുറച്ചുകൂടെ ഒരു പരാജയമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. ബട്ട് സ്പാനിഷ് കോച്ചുമാരാവട്ടെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് ഇന്ത്യൻ ഫുട്ബോളിൽ നിലയുറപ്പിച്ചിട്ടുള്ള കോച്ചുമാരാണ്. അതുകൊണ്ട് തന്നെ ഇവരൊന്നും നമുക്ക് എന്താക്കാൻ പറ്റില്ല, ഒരു പഴയകാല ചരിത്രം ഓതിയിട്ട് വിമർശിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. എന്തായാലും വെയിറ്റ് ആൻഡ് സീ എന്നേ പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സൂപ്പർ കപ്പിൽ നമ്മൾ വലിയ രീതിക്കുള്ള വിജയിച്ച് എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും താരങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ കടമയാണ്. ഈ താരങ്ങളില്ല എന്നുണ്ടെങ്കിൽ എത്ര വലിയ കോച്ചുമാരും നമുക്ക് വന്നിട്ട് ഒരു കാര്യമില്ല. വലിയ വലിയ രീതിക്കുള്ള കോച്ചുമാരായാലും ഇവിടെ കളിക്കാൻ പറ്റിയ താരങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേസ്റ്റാണ്. ഇപ്പോൾ സെർജിയോ കാസ്റ്റൽ വരെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സംശയങ്ങൾ, അതായത് ആര് പോകുമെന്നുള്ളത്. എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ ഡിഫൻസ് ലൈനിലുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കളിക്കാരെ കൊണ്ടുവരണം എന്നുള്ള, അതുപോലെ ഡിഫൻസിലും മിഡിലും കളിക്കാൻ പറ്റുന്ന ഇന്ത്യൻ പ്ലേയേഴ്സിനെയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ഏറെക്കുറെ സേഫ് ആകും എന്നുള്ള ഒരു ഒപ്പീനിയക്കാരനാണ് ഞാൻ. കാരണം അഗ്രസീവ് ആയിട്ടുള്ള ഒരു കോച്ചാണ്. റഫറിമാർക്കൊക്കെ പണി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് എനിക്ക് തോന്നുന്നു വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. കാരണം കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. വല്ല കോപ്പിറൈറ്റും അടിച്ചു കഴിഞ്ഞാൽ ഇത്രയും പറഞ്ഞത് വെറുതെ വേസ്റ്റായി പോകും. എന്തായാലും നിങ്ങളുടെ വിലയേറിയിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതിലേക്കും ബൈ.